ഈഗോ, രാഷ്ട്രീയ വൈരം ഇതെല്ലാം നിറഞ്ഞ അമിത്ഷാ അഹമ്മദ് പട്ടേൽ പോരിൽ ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം അലങ്കോലമായി കഴിഞ്ഞു. മറയില്ലാത്ത രാഷ്ട്രീയ കുതിരക്കച്ചവടം വോട്ടെടുപ്പിൽ പോലും പ്രകടമായെന്ന ആക്ഷേപങ്ങൾ. കോടികളുടെ ഉപകാര സ്മരണയായി വോട്ട് മാറുമ്പോൾ എന്ത് മേന്മയാണ് അവകാശപ്പെടാനുള്ളത്? ലജ്ജാകരമായ വൃത്തികെട്ട ഈ രാഷ്ട്രീയ കാഴ്ചകൾ അധികാരം നഷ്ടപ്പെട്ടവനും അധികാരം കൈപ്പിടിയിലാക്കിയവനും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ ആണെങ്കിൽ ഒരിക്കൽ കൂടി ഒരു വിലയും ഇല്ലാത്തവരായി മാറുന്നത് ഇവരെയൊക്കെ അധികാരത്തിൽ ഏറ്റിയവർ തന്നെയാണ്. പറഞ്ഞു വന്നത് ഗുജറാത്തിനെ കുറിച്ചാണ്. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നീളുന്നു. കൂറുമാറിയ 2 MLA-മാരുടെ വോട്ട് റദ്ദാക്കണമെന്ന് കോൺഗ്രസ്. വോട്ട് ചെയ്ത് അമിത്ഷായെ കാട്ടിയെന്ന് പരാതി. കേന്ദ്രമന്ത്രിമാരെ കമ്മീഷന് മുന്നിൽ അണിനിരത്തി BJP. 2 വോട്ട് റദ്ദാക്കാനായാൽ പട്ടേലിന് ജയം ഉറപ്പെന്ന് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിക്കെതിരായ ആക്രമണത്തിൽ ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. ശരത് യാദവ് പ്രതിപക്ഷത്തിനൊപ്പം. അരുൺ ജെയ്റ്റ്ലിക്ക് നിവേദനവുമായി ഇടത് MP-മാർ. കേരളത്തിലെ രാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. ഇരുഭാഗത്തും കൊലപാതകങ്ങൾ നടക്കുന്നതായി ജെയ്റ്റ്ലി സമ്മതിച്ചുവെന്ന് MP-മാർ. തലസ്ഥാനത്തെ രാഷ്ട്രീയ അക്രമങ്ങളിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംഘത്തിന്റെ അന്വേഷണം. അയോധ്യയിൽ രാമക്ഷേത്രമാകാമെന്ന് ഷിയ വഖഫ് ബോർഡ്. നിലപാടറിയിച്ചത് സുപ്രീം കോടതി. പള്ളി മുസ്ലിം അധിവാസ മേഖലയിലേക്ക് മാറ്റി സ്ഥാപിക്കണം. സുന്നി ബോർഡിന് മസ്ജിദിൽ അധികാരമില്ലെന്നും ഷിയ ബോർഡ്. ധനമന്ത്രിയെ വെട്ടിലാക്കി GST-ക്കെതിരെ നിയമസഭയിൽ ഇടത് MLA-മാർ. GST സംഘപരിവാർ അജണ്ടയെന്ന് സുരേഷ് കുറുപ്പും M സ്വരാജും. മോദിയേക്കാൾ ശക്തമായി GST ന്യായീകരിച്ചത് തോമസ് ഐസക് എന്ന് PC ജോർജ്. കേന്ദ്രം നികുതി ഘടന മാറ്റിയതിലുണ്ടായ പാളിച്ചയെന്ന് തോമസ് ഐസക്. ക്വാറി അനുമതിയിൽ വ്യാപക ക്രമക്കേടെന്ന് CAG. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ വരെ പാറമടകൾ അനുവദിച്ചുവെന്ന് റിപ്പോർട്ട്. ജേക്കബ് തോമസിനെതിരെയും ഗുരുതര പരാമർശം. തുറമുഖ ഡയറക്ടറായിരിക്കെ ക്രമക്കേട് നടന്നു. മറുപടി പറയേണ്ടത് അന്നത്തെ സർക്കാരെന്ന് ജേക്കബ് തോമസ്. ഈ തെരഞ്ഞെടുപ്പിൽ എവിടെ ജനാധിപത്യം, രാഷ്ട്രീയ ധാർമ്മികത? ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അനിശ്ചിതത്വം തുടരുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നീളുകയാണ്. കൂറുമാറിയ 2 MLA-മാരുടെ വോട്ട് റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. ഈ അംഗങ്ങൾ വോട്ട് ചെയ്ത് അമിത്ഷായെ വോട്ട് രേഖപ്പെടുത്തിയത് കാട്ടി എന്നാണ് പരാതി. അതേസമയം കേന്ദ്രമന്ത്രിമാരെ രംഗത്തിറക്കി ശക്തമായ സമ്മർദ്ദവും നിലപാടുമായി BJP-യും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വരാനിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് വോട്ടെണ്ണൽ ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത്. പല ഘട്ടങ്ങളിലും ഇത്തരം തടസ്സവാദങ്ങൾക്ക് മുമ്പിൽ വോട്ടെണ്ണൽ തടസ്സപ്പെടുകയായിരുന്നു. ഞങ്ങളുടെ പ്രതിനിധി TJ ശ്രീലാൽ ഇപ്പോൾ ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. ശ്രീലാൽ, കോൺഗ്രസിൻ്റെ പരാതി കേന്ദ്രമന്ത്രിമാരെ തന്നെ 7 കേന്ദ്രമന്ത്രിമാരോളം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിലേക്ക് എത്തുന്നു. ശക്തമായ പ്രതിരോധം തീർക്കുന്നു. കമ്മീഷന്റെ തീരുമാനം ഉടൻ പ്രതീക്ഷിക്കാമോ? കോൺഗ്രസിന്റെ ഒരു കൃത്യം കണക്കുകൂട്ടൽ എന്താണ്? അഹമ്മദ് പട്ടേലിനെ കൃത്യമായി ജയിപ്പിച്ചെടുക്കാൻ ഈ 2 പേരെ ആ 2 വോട്ട് അസാധുവാക്കാനായാൽ അത് വേഗത്തിലാകും, പട്ടേലിന്റെ ജയം ഉറപ്പാക്കാം. ഇതാണോ കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ? കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ അങ്ങനെ തന്നെയാണ്. കാരണം ഈ 2 MLA-മാർ അവർ കോൺഗ്രസ് വിട്ട് പോയ വഗേലയ്ക്കൊപ്പം ഉള്ള MLA-മാരാണ്. വഗേലയിൽ ഉൾപ്പെടെ 7 MLA-മാരാണ് 51 MLA-മാരുണ്ടായിരുന്ന കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയത്. അങ്ങനെയാണ് കോൺഗ്രസിന്റെ അംഗസംഖ്യ 44-ലെത്തിയത്. ഈ 2 MLA-മാർ വോട്ട് ചെയ്തിരിക്കുന്നത് BJP-യുടെ 3ാമത്തെ സ്ഥാനാർത്ഥിക്കാണ്. ആ 2 MLA-മാരുടെ വോട്ടുകൾ അസാധുവായി കഴിഞ്ഞാൽ 176 ആണ് ഗുജറാത്തിലെ ആകെ MLA-മാരുടെ സംഖ്യ. അത് ആ 176 എന്നുള്ളത് 174-ലേക്ക് എത്തുന്നു. അങ്ങനെയെങ്കിൽ 44 വോട്ട് കൊണ്ട് മാത്രം അനായാസം ജയിച്ചുകാരൻ ആകും. ആ 44 വോട്ട് അഹമ്മദ് പട്ടേലിന് ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന് കോൺഗ്രസ് വാദിക്കുന്നു. അതിൽ ചോർച്ച ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടോ കോൺഗ്രസിന്? 44-ൽ ആ 44-ൽ ചോർച്ച, ഒരു പക്ഷേ 44-ൽ ഒരാൾ ചോർന്നേക്കാം എന്ന് ഉള്ള ഒരു അഭ്യൂഹമുണ്ട്. അത് പക്ഷേ കോൺഗ്രസ് സ്ഥിരീകരിച്ചിട്ടില്ല. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ BJP-യുടെ ഒരു കണക്കൂട്ടൽ നേരത്തെ ഉണ്ടായിരുന്നത്, അതിൽ കോൺഗ്രസ് ഇപ്പോൾ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഈ 44 പേരിൽ തന്നെ 3-4 പേരെ അടർത്തിയെടുക്കാം എന്നൊരു കണക്കൂട്ടൽ അവർക്കുണ്ടായിരുന്നല്ലോ. ആ പേടി ഇപ്പോൾ കോൺഗ്രസിന് ഇല്ല എന്നാണോ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ?
തീർച്ചയായും അങ്ങനെ ഒരു കണക്കൂട്ടൽ BJPക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ MLA-മാരെ കർണാടകത്തിലേക്ക് മാറ്റിയതും. കർണാടകത്തിൽ നിന്ന് ഇന്നലെ തിരിച്ചെത്തിച്ച ഈ MLA-മാരെ വീണ്ടും കോൺഗ്രസിന്റെ സംരക്ഷണയിൽ തന്നെ പാർപ്പിക്കുകയും ഇന്ന് ഒരു ബസ്സിൽ ഒരുമിച്ച് ഇവരെ നിയമസഭാ മന്ദിരത്തിൽ കൊണ്ടുവരികയും വോട്ട് ചെയ്യിക്കുകയുമാണ് ഉണ്ടായത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, വോട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ വോട്ട് ആർക്ക് ചെയ്തു എന്നത് നിങ്ങളുടെ പാർട്ടി ഏജന്റിനെ അല്ലെങ്കിൽ പാർട്ടി ഒബ്സർവറെ കാണിക്കണം എന്നൊരു നിർദ്ദേശമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആ കണക്കുകൂട്ടലിന്റെ ആ കണ്ട കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 43 പേരുടെ ഉറപ്പ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ആ ഉറപ്പിനോടൊപ്പം തന്നെ NCPയുടെ ഒരു വോട്ട് കൂടി കോൺഗ്രസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 44 എന്നുള്ള കണക്കിലേക്ക് എത്തി. പിന്നീട് JDUവിന്റെ ഒരു വോട്ട് കോൺഗ്രസിന് ചെയ്തുവെന്ന് JDU അവകാശപ്പെടുകയും ആ ചെയ്ത MLA തന്നെ അവകാശപ്പെടുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 45 വോട്ട് കോൺഗ്രസിന് ലഭിക്കും എന്ന് കോൺഗ്രസ് ഉറപ്പാക്കിയിരിക്കുന്നു. അതല്ല, കോൺഗ്രസിന്റെ 44 MLA-മാരും കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് 46 വോട്ട് ലഭിക്കും. അതായത് അങ്ങനെ ഒരു റിസ്ക് വേണ്ട എന്നോർത്ത് ഈ പരാതിയിൽ ഒന്ന് ഉറച്ചു നിൽക്കുകയാണോ കോൺഗ്രസ്? കാരണം അങ്ങനെ ഉറപ്പിക്കുമ്പോഴും അത്ര ഉറപ്പ് കോൺഗ്രസിനുമില്ല. ആ റിസ്ക് ഒഴിവാക്കാനാണോ രണ്ടുപേരുടെ കാര്യത്തിൽ ഒരു കടുത്ത നിലപാട് വരുന്നത്? ശ്രീലാൽ, ഇന്ന് വൈകുന്നേരം ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജയിക്കാൻ സാധ്യത കുറവായതുകൊണ്ട് തന്നെയാവുമല്ലോ ഈ പരാതിയും മറ്റുമായി പോകുന്നത് എന്ന് അദ്ദേഹം വളരെ സാന്ദർഭികമായി പറഞ്ഞതും തള്ളിക്കളയാവുന്നതല്ല. ശരത്, ഇവിടെ രണ്ട് രീതിയിലും പറയുന്നുണ്ട്. കാരണം ഈ സംഭവത്തിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്ന സംഭവം ഉണ്ടായത് രാവിലെയാണ്. ഈ രണ്ട് MLA-മാരും BJPയുടെ ബൂത്ത് ഏജന്റ്, പോൾ ഏജന്റിനെ, അമിത്ഷായുടെ പോൾ ഏജന്റിനെ ഈ ബാലറ്റ് കാണിക്കുന്നത് രാവിലെയാണ്. രാവിലെ ഈ വിഷയം ഉന്നയിച്ചു എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. എന്നാൽ റിട്ടേണിംഗ് ഓഫീസറുടെ ഭാഗത്തു നിന്നും കാര്യമായ പരിഗണന ലഭിച്ചില്ല എന്നും കോൺഗ്രസ് പറയുന്നു. പക്ഷെ വൈകിട്ടാണ് കോൺഗ്രസ് ഈ പരാതിയുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നത്. അത് BJP ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് വൈകിട്ടോടെ കോൺഗ്രസ് ജയിക്കും എന്നുള്ള ഉറപ്പായി കഴിഞ്ഞപ്പോൾ BJPക്ക് ഒരു പണി കൊടുക്കാം എന്ന് തീരുമാനിച്ചു എന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. പക്ഷെ BJP ആരോപിക്കുന്നത് കോൺഗ്രസിന്റെ ജയിക്കാം എന്നുള്ള കോൺഗ്രസിന്റെ അതിമോഹമായപ്പോൾ കോൺഗ്രസ് നടത്തുന്ന ഒരു വെറും രാഷ്ട്രീയ തട്ടിപ്പ് നാടകം മാത്രമാണ് ഇതെന്നാണ്. പക്ഷേ ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലെത്തിയത് ആരൊക്കെയാണ് BJPയിൽ നിന്ന് നോക്കുമ്പോഴാണ് BJP ഇത് എത്രമാത്രം ഗൗരവത്തോടെ എടുത്തിരിക്കുന്നത് മനസ്സിലാവുക. കേന്ദ്രമന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ധനമന്ത്രിയും ഒപ്പം തന്നെ ഇപ്പോൾ പ്രതിരോധ മന്ത്രി കൂടിയായ അരുൺ ജെയ്റ്റ്ലി, അദ്ദേഹത്തോടൊപ്പം ബീഹാറിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന നേതാവും നിയമമന്ത്രിയുമായ രവിശങ്കർ പ്രസാദ്, ഒപ്പം തന്നെ 6 മറ്റു മന്ത്രിമാർ, മൊത്തം 8 മന്ത്രിമാർ ആണ്. അതും ഏറ്റവും പ്രധാനപ്പെട്ട 8 മന്ത്രിമാർ ആണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിട്ട് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല, മറിച്ച് സുപ്രീം കോടതിയാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും അത് ഒരു കോൺഗ്രസിന്റെ പക്ഷത്തു നിന്നും ആദ്യം എത്തിയത് രൺദീപ് സിംഗ് സുർജേവാലയും. അതായത് ശ്രീലാൽ, കേരള മിഷൻ കഴിഞ്ഞ് ജെറ്റ്ലിയെ പിന്നീട് ഏൽപ്പിച്ച മിഷൻ ഈ ഗുജറാത്തിലെ ഈ നിയമപ്രശ്നമാണ്. വലിയ സമ്മർദ്ദമാണ്. സ്വാഭാവികമായും തള്ളിക്കളയാവുന്നതല്ല. 7 കേന്ദ്രമന്ത്രിമാർ ഒരു പടയായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പോകുന്ന സാഹചര്യം. ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങളില്ല എന്ന കൃത്യം പൊളിറ്റിക്കൽ മെസ്സേജ് അതിൽ BJP നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ സ്വാഭാവികമായും ഈ ഭാഗങ്ങളൊക്കെ കേട്ട ശേഷം ആ കോൺഗ്രസ് പരാതി തള്ളിക്കളഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞേക്കാം. അങ്ങനെ തള്ളിക്കളയാതിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് അതിനുശേഷം രണ്ടാം വട്ടം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും മുൻ ധനമന്ത്രിയും സുപ്രീം കോടതി അഭിഭാഷകനും കൂടിയായ ചിദംബരം തന്നെ നേരിട്ടെത്തിയത്. അത് ആ ഒരു വിഷയത്തിന്റെ പേരിലാണ് BJPയുടെ വാദം. ഇത് ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല, കോടതിയാണെന്നാണ്. അതിന് മറുപടിയായി വരുന്നത് അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് വാദിക്കേണ്ടതെന്ന് ചിദംബരം എത്തി പറയുന്നു. അതുകൊണ്ടാണ് ആ തീരുമാനമാകാത്തതും ഈ ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം നീണ്ടുപോകുന്നതും. നന്ദി ശ്രീലാൽ. ഏതായാലും വളരെ ഗൗരവമായ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. വോട്ടെണ്ണൽ മുന്നോട്ട് പോകാത്ത സാഹചര്യം. നിലപാടുകളിൽ ഉറച്ച് കോൺഗ്രസും BJPയും നിൽക്കുന്നു. നിയമപരമായ രാഷ്ട്രീയമായ പ്രതിരോധങ്ങൾ തീർക്കുകയാണ്. വലിയ ജനാധിപത്യ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഏതൊക്കെ വിധത്തിലും വിജയം കൈപ്പിടിയിൽ ഒതുക്കാം എന്നത്, ജയം എങ്ങനെയും ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിൽ, അത്യധ്വാനമാണ് രണ്ടു ഭാഗത്തും. ഒരു സീറ്റിന് വേണ്ടി ഗുജറാത്തിൽ നടത്തുന്നത് അഭിമാന പോരാട്ടമായി ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈഗോയും രാഷ്ട്രീയ വൈരവും നിറഞ്ഞ ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. അത് പക്ഷേ ഗുജറാത്തിൽ മാത്രം നിൽക്കുന്നതുമല്ല, അതിനൊരു ദേശീയമാനം കൃത്യമായി വന്നു ചേരുന്നുണ്ട് താനും. ഇപ്പോൾ ഈ ചർച്ചയിൽ ചേരുന്നത് INTUC സംസ്ഥാന പ്രസിഡന്റ് കോൺഗ്രസ് നേതാവ് ശ്രീ R ചന്ദ്രശേഖരൻ, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള എന്നിവരാണ്. ശ്രീ NK പ്രേമചന്ദ്രൻ MP പിന്നാലെ അല്പസമയത്തിനകം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്.
ശ്രീ ചന്ദ്രശേഖരൻ, ഇനി ഈ ശശികലയൊന്നും നിങ്ങൾ പരിഹസിക്കരുത്. ആളുകളെ കൂട്ടത്തോടെ അല്ലെങ്കിൽ MLA-മാരെ കൊണ്ട് താമസിപ്പിച്ച് വോട്ട് ചെയ്യിച്ചു എന്നൊന്നും പറഞ്ഞ്. കാരണം നിങ്ങളും അത് തന്നെയാണ് ചെയ്തത്. അഹമ്മദ് പട്ടേലിനെ പോലൊരു നേതാവിനെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന താങ്കളുടെ പാർട്ടി നടത്തുന്ന ആ ഒരു പരിശ്രമവും പരാക്രമവും ഉണ്ടല്ലോ, അത് അത്യപാരമാണ് ശ്രീ ചന്ദ്രശേഖരൻ. അല്ല, ഇതൊരു പുതിയ സംഭവമൊന്നും അല്ലല്ലോ. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം സർവതന്ത്ര സ്വതന്ത്രമായ ഒരു ജനാധിപത്യ രാജ്യത്ത് മതേതരത്വം പുലരണം എന്ന് ഭരണഘടനാപരമായി അവകാശമുള്ള ഒരു രാജ്യത്ത് ഇപ്പോഴെത്തി നിൽക്കുന്നത് ഒരു കലിയുഗ ഭാവഭേദം എന്ന നിലയിൽ കാണാവുന്ന ഒരു നിലയിലാണ്. കലിയുഗമാണ്, ഇവിടെ എന്തും സംഭവിക്കാം. അങ്ങനെ ഒരു ജനാധിപത്യത്തിൻ്റെ പരീക്ഷണ കളരിയിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഗുജറാത്ത് മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ ഇപ്പോൾ വല്ലാത്തൊരു നാൽക്കവലയിലെത്തി നിൽക്കുന്നു. എങ്ങോട്ട് പോകണമെന്ന് ജനങ്ങളാകെ സ്തംഭിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. MLA-മാർ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്ക് സ്വൈര്യമായി സ്വസ്ഥമായി കഴിഞ്ഞുകൂടാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കേണ്ടുന്ന ഒരു രാജ്യത്ത് പലപ്പോഴും MLA-മാരെ ചാക്കിട്ട് പിടിക്കാനും MLA-മാരുടെ ഹിതങ്ങൾക്കനുസരിച്ച് അവരുടെ മനസ്സനുസരിച്ച് പോകാൻ അനുവദിക്കാതെ പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ കൊടുത്തുകൊണ്ട് പലപ്പോഴും അവരെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് ജനാധിപത്യത്തിൽ ജനങ്ങൾ കൊടുത്ത മാൻഡേറ്റിനെ അട്ടിമറിക്കാനും അത് മറ്റൊരു ദിശയിലേക്ക് കോടികൾ കണ്ടാൽ മയങ്ങി വീഴുന്ന കുറെ ആളുകളെയും കൂട്ടിയാണോ ശ്രീ ചന്ദ്രശേഖരൻ, കോടികൾ കണ്ടാൽ മയങ്ങി വീഴുന്ന കുറെ ആളുകളെയും കൂട്ടിയാണോ ഒരു വലിയ പ്രതിപക്ഷമാകാൻ വളരെ സുസംഘടിതമായ ഒരു ഭരണ നേതൃത്വത്തോട് മല്ലടിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്? ഏറ്റവും കരുത്തനായ അഹമ്മദ് പട്ടേലിനെ പോലും വിജയിപ്പിച്ചെടുക്കാൻ ഇതുപോലെ ബുദ്ധിമുട്ടുകയാണ്. അല്ലെങ്കിൽ കെ മുരളീധരൻ പറഞ്ഞതുപോലെ അഹമ്മദ് പട്ടേൽ വെറും അലുമിനിയം പട്ടേലായി മാറും. കോൺഗ്രസിനാണ് അതിൻ്റെ അഹമ്മദ് പട്ടേലിൻ്റെ പരാജയം കോൺഗ്രസിൻ്റെ തകർച്ചയാണ് സൂചിപ്പിക്കുക. ശരത്ത്, ഇതൊരു അഹമ്മദ് പട്ടേലിന്റെ വിഷയമല്ലല്ലോ. ആണല്ലോ. ഗുജറാത്തിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തർക്കമുണ്ടായപ്പോൾ 8 കേന്ദ്രമന്ത്രിമാരാണ് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തുന്നത്. ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിനകത്തേക്ക് 8 കേന്ദ്രമന്ത്രിമാർ, പ്രതിരോധ ധനകാര്യമന്ത്രി അടക്കം 8 കേന്ദ്രമന്ത്രിമാർ ചെന്ന് നിൽക്കുന്നു എന്ന് കാണുന്നത് നമ്മളാരും കാണുന്ന മാനത്തിലല്ല ഇന്ത്യൻ രാഷ്ട്രീയം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ബലം പ്രയോഗിച്ച് ഭീഷണിപ്പെടുത്തി ഭരണഘടനാ സ്ഥാപനങ്ങളെ അവരുടെ പരിധിക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണ് 8 കേന്ദ്രമന്ത്രിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഓടിയെത്തിയിരിക്കുകയാണ്. അത് ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? അന്യായമായി ഭീഷണിപ്പെടുത്തി തെരഞ്ഞെടുപ്പ് ഭരണഘടനാ സ്ഥാപനങ്ങളെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന, ലോകം മുഴുവൻ ഇന്ത്യയിലെ ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന ഒരു രാജ്യത്ത് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭീഷണിപ്പെടുത്താൻ ഞൊടിയിടയിൽ വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ കേന്ദ്രമന്ത്രിമാരുടെ ഒരു പട തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ ചെല്ലുന്ന ചരിത്രം ഇന്ത്യ രാജ്യത്ത് ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടോ? എന്തിനു വേണ്ടിയാണ് ഇത്രയും വലിയ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർത്തിയത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വരുന്ന പരാതികളെ നീതിയുക്തമായി പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഒരു പ്രകട സ്വഭാവം അതുതന്നെയാണ്. കേന്ദ്രമന്ത്രിമാർ പടയായി പോകേണ്ട എന്ത് സാഹചര്യമാണ് ഒരു കമ്മീഷന് മുമ്പിലേക്ക്? അരുൺ ജെയ്റ്റ്ലി തുടങ്ങി നിർമ്മലാ സീതാരാമൻ അടക്കം 7ഓളം കേന്ദ്രമന്ത്രിമാർ എന്തിനാണ്? അതിന് മലയാളത്തിൽ അല്ലെങ്കിൽ കാഴ്ചക്കാർക്ക് മുമ്പിൽ സമ്മർദ്ദമല്ലാതെ മറ്റൊന്നുമല്ല എന്ന നിലയിൽ ഒരു നടപടി, ഒരിഞ്ചും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന വിധത്തിലുള്ള ഈ ഒരു മുന്നോട്ട് പോക്കുണ്ടല്ലോ, അതിൽ ഒരു അസാമാന്യ റാഞ്ചൽ വൈദഗ്ധ്യമാണ് BJP കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ നമിച്ചേ പറ്റൂ. ഇത്രമേൽ കോൺഗ്രസിനെ വിയർപ്പിച്ചു ഗുജറാത്തിൽ. അഹമ്മദ് പട്ടേലിനെ പോലെ വളരെ കരുത്തനായ ഒരു നേതാവിന് എങ്ങനെയെങ്കിലും ഒന്ന് കഷ്ടിച്ച് കടന്നുകൂടാൻ എല്ലാ പയറ്റും നടത്തേണ്ടി വരുന്നു. നന്നായി ജയിക്കാമായിരുന്ന ഒരു സീറ്റിൽ സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിയാണ്, വലിയ സ്വാധീനമുള്ള നേതാവാണ്. അസാമാന്യ റാഞ്ചലാണ് BJP നടത്തുന്നത് അധികാരത്തിൻ്റെ തണലിൽ തന്നെ. ശ്രീ PS ശ്രീധരൻപിള്ള, താങ്കൾ ഉപയോഗിച്ച ഒരു വാക്കുകളും ശരത്തെ എനിക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല. റാഞ്ചലില്ല, ഭയപ്പെടുത്തലില്ല. ഒരു പെറ്റീഷൻ അസാധാരണമായി അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ വെച്ചിരിക്കുന്നു. അതിലൊരുപാട് നിയമപ്രശ്നങ്ങളും ഇങ്ങനെ സാധാരണഗതി ചെയ്യുന്നതല്ല. കാരണം തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും അപാകത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉചിതമായ
ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലല്ലോ അക്കാര്യത്തിൽ ആത്യന്തികമായി തീരുമാനം എടുക്കേണ്ടത്. അവിടെ നടന്ന ഇലക്ഷൻ പ്രോസസ്സിൽ എന്താണോ എത്ര വോട്ടാണോ അതനുസരിച്ചിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ് വേണ്ടിയിരിക്കുന്നത്. അതിനെതിരെ മറുഭാഗത്ത് പ്രഗത്ഭരായ ആളുകൾ അവരുടെ ഭാഗത്തുള്ളവർ പോകുമ്പം പാർട്ടിയുടെ മന്ത്രിമാരായിപ്പോയി എന്നതുകൊണ്ട് പാർട്ടി നിശ്ചയിക്കുന്ന 5 or 6 ആൾക്കാർ അവിടെ പോയാൽ അതെല്ലാം ഇങ്ങനെയാണെന്ന് വ്യാഖ്യാനിക്കുന്ന ആ വ്യാഖ്യാന മനസ്ഥിതിയാണ് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളത്. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രഗത്ഭ അഭിഭാഷകരിൽ ചിലരാണ് അവിടെ പോയിട്ടുള്ളത്. അരുൺ ജെയ്റ്റ്ലി അല്ലെങ്കിൽ നമ്മുടെ രവിശങ്കർ പ്രസാദ് തുടങ്ങിയുള്ള ആളുകൾ. അതുപോലെ മറുഭാഗത്ത് വന്നിട്ടുള്ള ആൾക്കാരാരാ? അവരും ചിദംബരം സീനിയർ ലോയേഴ്സാണ് ഇവരെല്ലാം. അപ്പോൾ അത് പോകുന്ന അതുപോലും ബാധിച്ചുകൂടാ, അവിടെ പോയി പറഞ്ഞുകൂടാ, അതെല്ലാം ഭീഷണിയാണെന്ന് പറയും. ശ്രീധരൻപിള്ള, ഈ ഒരു പെറ്റീഷനുമായി ഈ നിലപാട് പറയാൻ അരുൺ ജെയ്റ്റ്ലി, രവിശങ്കർ പ്രസാദ്, താങ്കൾ പറഞ്ഞു ഇവരെല്ലാം കൂട്ടത്തോടെ അവിടേക്ക് പോകേണ്ട എന്തു നിയമപരമായ വലിയ പ്രതിബന്ധമാണ് ഇത്. ഒരു തരത്തിലും താങ്കൾ തന്നെ പറഞ്ഞു ഇത് കോടതിയിലാണ് വോട്ട് നിക്ഷേപമായി കഴിഞ്ഞാൽ, വോട്ട് ചെയ്തു കഴിഞ്ഞാൽ, ജെയ്റ്റ്ലി പറഞ്ഞതാണ്, അത് പിന്നീട് കോടതിയിലാണ് പരിശോധിക്കേണ്ടെന്നൊരു സെറ്റിൽഡ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് പറയാൻ അരുൺ ജെയ്റ്റ്ലി ഒറ്റയാൾ മതി. അങ്ങനെ ഇരിക്കെ ഈ മന്ത്രിമാരെ അണിനിരത്തുന്നതിന് പിന്നിൽ സൂചനകളുണ്ട്, വളരെ കൃത്യമായ ചില സന്ദേശങ്ങളുണ്ട്. അത് വ്യക്തമല്ലേ? അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ക്ഷീണിതനായ ചിദംബരവുമായിട്ടാണോ ഈ അധികാരത്തിന്റെ ശക്തമായ ഒരു സാധ്യതയിൽ നിൽക്കുന്ന ജെയ്റ്റ്ലിയെയും രവിശങ്കർ പ്രസാദിനെയും നമ്മൾ താരതമ്യം ചെയ്യുക ഇന്ന്, അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ? താങ്കൾ ദയവേദി ഈ ചർച്ചയുടെ പ്രാധാന്യം താങ്കൾ നഷ്ടപ്പെടുത്തരുത്. അവിടെ പോയിട്ട് ആരും ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളതാണിത്. ഇപ്പോൾ എനിക്കൊക്കെ അറിയാം ഏത് തർക്കങ്ങൾ ഇപ്പം പിന്നെ സ്ക്രൂട്ടിനി നടക്കുന്നു. സ്ക്രൂട്ടിനി നടക്കുമ്പം 3-4 ആൾക്കാർ നിയമത്തിൽ പോകാൻ അനുമതിയുണ്ട്. സ്കൂട്ടി സമയത്ത് ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് അവരെ സഹായിക്കാൻ ഇപ്പോൾ ഒരു ലോയർ പോയാൽ, ഇപ്പം എൻ്റെ കൂടെ പല വക്കീലുമാരുമുണ്ട്, പല ഇത്തരം സ്റ്റാറ്റ്യൂട്ടറി ബോർഡുകൾ മുമ്പാകെ പോകാറുണ്ട്. പോകുമ്പം ഞാനവിടെ പോയി പറയുന്നു എൻ്റെ ജൂനിയേഴ്സോ എന്നെ സഹായിക്കേണ്ട ആൾക്കാരവിടെ വരില്ലേ? ഇതൊരു മഹാപാതകമായൊക്കെ ചിത്രീകരിക്കുമ്പം എനിക്ക് കഷ്ടം എന്നല്ലാതെ വേറെ. രണ്ടാമത് 7 ജൂനിയേഴ്സിനെ കൊണ്ടാണോ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു ഫോറത്തിലേക്ക് കേസ് നടത്താൻ പോകുന്നത്? 7 ജൂനിയേഴ്സിനെയും കൊണ്ട് താങ്കൾക്ക് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. അത്രയും ജൂനിയേഴ്സിന്റെ സഹായമൊന്നും ആവശ്യമില്ലാത്ത അഭിഭാഷകനാണ് ശ്രീധരൻപിള്ള. അല്ലല്ല, അത് താങ്കളുടെ വിധി. താങ്കൾ വിധികർത്താവായ എനിക്ക് എന്നോട് പറയാൻ ആവശ്യമില്ല. കൊലക്കേസിന്റെ വിചാരണയ്ക്ക് മാഹി പോവാ, എൻ്റെ കൂടെ 5 പേര് വരുന്നുണ്ട്. എൻ്റെ ഒരു പ്രാഗൽഭ്യം പറയണ്ട. ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ ശ്രീധരൻപിള്ള, അരുൺ ജെയ്റ്റ്ലിയുടെ ജൂനിയറായി നിലനിൽക്കേണ്ട ആളാണോ രവിശങ്കർ പ്രസാദ്? അങ്ങനെ വരുന്ന ഓരോ കേന്ദ്രമന്ത്രിമാരും താങ്കൾ പറഞ്ഞ കോടതിക്കകത്തെ സീനിയർ ജൂനിയർ താരതമ്യം ഇവർക്ക് യോജിക്കുകയില്ല. പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കാൻ ഒരു പാർട്ടിയുടെ നോക്കൂ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോൾ അവിടെ ചെന്നാൽ കണ്ണുരുട്ടിയാൽ പോകുന്നവരാണ് താങ്കൾ പറഞ്ഞാൽ. ഇന്ത്യയുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി ഇൻഡിപെൻഡൻ്റായി നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ അവിടെ പോകുന്ന ആൾ ഞങ്ങളുടെ ഭാഗം യുക്തിഭദ്രമായി പറയാൻ പോയാൽ അത് ഭീഷണിയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ രാഷ്ട്രപതിയുടെ അടുത്ത് പോകുന്നു, നമ്മൾ ഒരു കാര്യം പറയാൻ വേണ്ടി പോകുന്നു, ഓൾ പാർട്ടിയിൽ 7, 8, 9 ആൾക്കാരുണ്ടാവില്ലേ? 10 ആൾക്കാരുണ്ടാവില്ലേ? 15 ആളുണ്ടാവില്ലേ? ഇതൊന്നും പറഞ്ഞുകൂടാ. അധികൃത സ്ഥലങ്ങളിൽ പോയി പറഞ്ഞാൽ ഭീഷണിപ്പെടുത്താനാണെന്ന് പറഞ്ഞാൽ അങ്ങനൊരു ഭാഷ്യം നൽകുന്നതിനോട് എനിക്ക് സഹതപിക്കാനേ സാധിക്കുകയുള്ളൂ. ചന്ദ്രശേഖരൻ, അങ്ങനെയൊക്കെ താങ്കൾക്ക് പറയേണ്ടി വരുന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട ചന്ദ്രശേഖരൻ ഉയർത്തി ഞാൻ വരാം താങ്കളിലേക്ക്. അതായത് ഇപ്പോൾ കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളിൽ വലിയ പരിതപിക്കുന്നുവെങ്കിൽ അധികാരത്തിൽ ഇരുന്ന കാലത്ത്, വളരെ ശക്തമായിരുന്ന കാലത്ത് നിങ്ങൾ ചെയ്ത നടപടികളുടെ തുടർച്ച തന്നെയാണ് BJPയും ഇത്തരം കാര്യങ്ങളിൽ വളരെ കാർക്കശ്യത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പരാതികൾ ഈ രൂപത്തിൽ ഒരു തരത്തിലും ഒരു ലൂപ്പ് ഹോളും ഉണ്ടാകാത്ത വിധം തങ്ങളുടെ ഭാഗം തന്നെയാണ് ശരി എന്ന് വിശദീകരിക്കാൻ എത്ര ആൾ വേണമോ അത്രയും ആൾ പോകും. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പറഞ്ഞത് കേട്ടല്ലോ, അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും നിങ്ങളുടെ വാദത്തിന് യാതൊരു തരത്തിലുള്ള സ്കോപ്പുമില്ല. മാത്രവുമല്ല അദ്ദേഹം പല താരതമ്യങ്ങളും അതിനെ ശരിവെക്കാൻ മുന്നോട്ടും വെച്ചു. ചന്ദ്രശേഖരൻ, ഈ ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള പ്രഗത്ഭനായ ഒരു വക്കീലാണ്, എൻ്റെ സുഹൃത്താണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡയമെൻഷൻ, ഒരു വാദം, അതല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഗുജറാത്തിൽ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ഗുജറാത്തിലെ MLAമാർ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച MLAമാരിൽ 2 പേർ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ അവർ മറിച്ച് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിൽ 2 ആളുകൾ അവർ ചെയ്ത ബാലറ്റ് പേപ്പർ എടുത്ത് മറ്റൊരു കക്ഷിയുടെ നേതാവിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഇത് കാണിച്ചത് തെറ്റാണ് എന്നൊരു തർക്കം അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നു. ഡൽഹിയിൽ
ഇത് കോൺഗ്രസിൻ്റെ 2 പേര് പോയി ഒരു പെറ്റീഷൻ കൊടുക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്. അവിടേക്ക് നമ്മുടെ 7 കേന്ദ്രമന്ത്രിമാർ, ബഹുമാന്യനായ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ വക്കീലായ അരുൺ ജെയ്റ്റ്ലി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരാണ് അവിടെ എത്തുന്നത്. ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെയല്ല, അതങ്ങനെ ലാഘവത്തോടെ കാണാവുന്നൊരു കാര്യമല്ലല്ലോ. തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ ജനങ്ങളുടെ വിൽ ആൻഡ് പ്ലഷർ ഉപയോഗിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ആ തിരഞ്ഞെടുപ്പിന് ശേഷം അവർ കാണിക്കുന്ന ചാഞ്ചാട്ടങ്ങൾക്ക് ജനാധിപത്യത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും, ഒരു സംശയം വേണ്ട. അങ്ങനെ ഒരു പരീക്ഷണമാണ് ഇപ്പോൾ ഇവിടെ നടക്കും. ഇവിടെ അഹമ്മദ് പട്ടേൽ എന്ന് പറഞ്ഞ ആളോ അതല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥി, അതൊന്നുമല്ല ഇവിടെ വിഷയം. ഒരു പ്രോസസ്സിനകത്ത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ സ്ഥാപനത്തിനെ ഫ്രീ ആയിട്ട് വിട്ടേ പറ്റൂ. അത് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇനിയുള്ള കാലങ്ങളിൽ വരാൻ പോകുന്ന അത്ര വില കുറച്ചാണോ ശ്രീ ചന്ദ്രശേഖരൻ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുന്നത്? എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ 7 അല്ല 70 ആളുകൾ ചെന്നാലും ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് മുമ്പിൽ വരുന്ന വിവരങ്ങളെ നിയമപരമായി വിലയിരുത്തി? ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു, റിട്ടേണിംഗ് ഓഫീസർ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശരിയാണ്, കോൺഗ്രസിന് പറയാം എതിർ പാർട്ടിയുടെ ഇപ്പോൾ അമിത്ഷായെ അടക്കമുള്ള നേതാക്കളെ ഈ കൂറുമാറിയ വകേലയ്ക്കൊപ്പം പോയ കോൺഗ്രസ് MLA-മാർ തങ്ങൾ ചെയ്ത വോട്ട് ഉയർത്തിക്കാട്ടി അത് കൈപ്പറ്റിയ കോടികളുടെ ഉപകാര സ്മരണയാണെന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാദിക്കാം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ ആർഗ്യൂ ചെയ്യുകയും ചെയ്യാം. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ ചെന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മർദ്ദത്തിലായി അവർക്കൊപ്പമാകും എന്ന് പറയുന്നതും അപകടകരമല്ലേ? അല്ലല്ല, അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാനതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഭരണഘടനാ സ്ഥാപനമായ ഇന്ത്യയുടെ പരമോന്നതമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു പരാതി പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ ഒരു പരാതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുത്തപ്പോൾ ആ പരാതിയെ പ്രതിരോധിക്കാനായി 8 കേന്ദ്രമന്ത്രിമാർ അവിടെ ഓടിയെത്തും. മുതിർന്ന കേന്ദ്രമന്ത്രിമാർ, ശ്രീധരൻപിള്ള പറഞ്ഞു തന്നെ നമുക്ക് മുഖവിലക്കെടുക്കാം, പ്രഗത്ഭരായ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർ ഓടി അവിടെ എത്തി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏതെങ്കിലും വിധത്തിൽ അവരുടെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊരു പരിശ്രമമാണെന്ന് ആരെങ്കിലും കരുതിയാൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യമുള്ളത്? അവിടെ പരാതി കൊടുക്കുകയും ജുഡീഷ്യസ് ആയിട്ട് നിഷ്പക്ഷമായിട്ട് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തീരുമാനം എടുത്തുകൊള്ളട്ടെ. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ പരാതി ഉണ്ടെങ്കിൽ പിന്നെയും താങ്കൾക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി, അതായത് ഈ തീരുമാനം വൈകുന്നത് തന്നെ ഈ രൂപത്തിലുള്ള ഒരു കർക്കശമായ നിലപാടും ഈ സാന്നിധ്യവും അത് സൃഷ്ടിച്ചേക്കാവുന്ന സമ്മർദ്ദവും, അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയുന്നതിൽ എന്താ കാര്യം എന്ന് ചന്ദ്രശേഖരൻ ചോദിച്ചതിൽ അടക്കം ഒരു കാര്യമില്ലേ? ഇങ്ങനെയുള്ള ഒരു കർക്കശ സ്വഭാവം കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം പോലും വൈകി പോകുന്നു എന്നുണ്ടോ? മറിച്ചാണ് 5 മണിക്ക് നോക്കൂ, മറിച്ചാണ് ചിന്തിക്കേണ്ടത്. 5 മണിക്ക് സാധാരണ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രോസസ്സിന് ഒരു പെറ്റീഷൻ ഡൽഹി കൊടുത്തിട്ട് അത് ബ്ലോക്ക് ചെയ്യിച്ച് നീട്ടി കൊണ്ടുപോയി ചർച്ചാ വിഷയം മാറ്റി കൊണ്ടുപോകുമ്പോൾ ഈ രാജ്യത്ത് ആന്തരിക സംഘർഷം കൊണ്ടും പടലപിണക്കം കൊണ്ടും തമ്മിലടിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം ഒരു പ്രതിപക്ഷമായി പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത നാഥനില്ല കളരിയായിട്ട് മാറുമ്പം അത് ചർച്ച ചെയ്യരുത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. കാരണം അവിടെ ഈ പ്രോസസ്സ് മുഴുവൻ സബോട്ടേജ് ചെയ്ത മാതിരിയല്ലേ, സ്റ്റോപ്പ് ചെയ്ത മാതിരിയല്ലേ? അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പം ഇന്ത്യയിലെ പ്രധാന ദേശീയ കക്ഷിയായിട്ടുള്ള 1ാമത്തെ കക്ഷിയായ ഞങ്ങൾ മിണ്ടാതിരിക്കണം, അതിൻ്റെ പരാതി പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ മറുഭാഗം പറയേണ്ടതില്ല, അത് നീട്ടിക്കൊണ്ട് പോകണമെന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. പിന്നെ ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ അവസരം കിട്ടിയില്ല. അത് ഇത് കഴിഞ്ഞ ശേഷം ഇടവേള കഴിഞ്ഞ ശേഷം തരും. കാരണം ഇതിനകത്ത് ഒരുപാട് പ്രശ്നമുണ്ട്. പാർട്ടി ഇവിടെ ചെയ്യുന്നത് സ്വയംകൃതാർത്ഥമാണ്. ഞാൻ വരാം. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, തീർച്ചയായും സ്വാഗതാർഹമായ ഒരു നിലപാടാണ് താങ്കൾ അക്കാര്യത്തിൽ സ്വീകരിച്ചത്. പ്രൈം ഡിബേറ്റ് തുടരുകയാണ്. ശ്രീ N.K. പ്രേമചന്ദ്രൻ MP കൂടി നമ്മൾക്കൊപ്പം ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. അദ്ദേഹത്തിലേക്ക് പോകും മുമ്പ് ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ഇവിടെ ബീഹാറിൽ ഒരു മഹാസഖ്യത്തെയാണ് യഥാർത്ഥത്തിൽ പൊളിച്ചത്. ഇപ്പോൾ ഗുജറാത്തിലേക്ക് വന്നാൽ അഹമ്മദ് പട്ടേലിനെ പോലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ കോൺഗ്രസ് വിട്ടുവന്നയാളെ തന്നെ മത്സരിപ്പിക്കാനും ജയിക്കുമോ ഇല്ലയോ എന്നുപോലും പറയാനാവാത്ത സാഹചര്യം സൃഷ്ടിക്കാനായിരിക്കുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് കോൺഗ്രസിൻ്റെ ഈ തകർച്ച സ്വയം കൃതാനാർത്ഥമാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൻ്റേതായ കാരണങ്ങളുണ്ട് രാഷ്ട്രീയമായി. പക്ഷേ എന്നു മാത്രം കരുതാനാവില്ല. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തെ വളരെ വൈദഗ്ധ്യത്തോടുകൂടി BJP ഉപയോഗപ്പെടുത്തുകയാണ്. കോൺഗ്രസിൻ്റെ MLA-മാർക്ക് പോലും ഉറച്ചു നിൽക്കാനാകുന്നില്ല.
വകയിലെ അടക്കമുള്ള ആളുകൾ പോകുന്നു, അവർ മറുകണ്ഠം ചാടുന്നു, അല്ലാതെ കുറേ ആളുകൾ പോകുന്നു. ഉറച്ചു നിന്ന ആളുകളിൽ പോലും 1-2 പേർ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് കോൺഗ്രസിനും BJPക്കും തന്നെ സംശയവും പ്രതീക്ഷയും. അപ്പോൾ ഈ പടയോട്ടത്തിൽ രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ഒരു വിലയുമില്ല, പകരം റിസൾട്ടാണ് പ്രധാനം, വിജയമാണ് പ്രധാനം, അതിനുവേണ്ടി പ്രയത്നിച്ചോളൂ. അങ്ങനെ ഒരു രാഷ്ട്രീയ സന്ദേശം മോദിയും അമിത്ഷായും ചേരുന്ന രാഷ്ട്രീയ നേതൃത്വം നൽകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് സ്വയം കൃതാനാർത്ഥം മാത്രമല്ല തകർച്ച, BJP അതിനെ ആസൂത്രിതമായി ഉപയോഗിക്കുന്നുമുണ്ട്, ധാർമ്മികത പോലും മറന്ന്. താങ്കൾ പറഞ്ഞത് അവസാനം പറഞ്ഞത് അതാണെന്നുള്ള താങ്കളുടെ കൺക്ലൂഷനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ വൈദഗ്ധ്യത്തോടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഞാനൊരു കോംപ്ലിമെൻ്റായി എടുക്കുകയാണ്. അതല്ലേ ബുദ്ധിപൂർവ്വം രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിലൊരു തെറ്റുമില്ല. ഞാൻ 3 കാര്യങ്ങൾ അദ്ദേഹം ബഹുമാനപ്പെട്ട ചന്ദ്രശേഖരൻ പറഞ്ഞതും എനിക്ക് അന്നേരം മനസ്സിലും കിട്ടാതെ പോയതുമായ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു 3 പോയിന്റ് ഞാൻ പറയാം, എനിക്ക് അതിനുള്ള സമയം തരണം. ഒന്ന്, ഈ നമ്മുടെ രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ നടക്കുന്ന അവസരത്തിൽ ഇന്ന പാർട്ടികൾക്ക് ഇന്നത്ര മെമ്പർമാരുണ്ട്, ആ മെമ്പർമാരെല്ലാം എന്നാൽ 3 സീറ്റുണ്ട്, അതിൻ്റെ ശക്തിക്കനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം അങ്ങനെയാണ് ഇല്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ ഓരോ ആൾക്കും ഇൻഡിവിജ്വലായി വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ അവകാശം കൂറുമാറ്റ നിയമപ്രകാരം വിപ്പ് ലംഘനമാകുമോ എന്നുള്ളത് തീരുമാനിക്കേണ്ട ഘടകം ആ റിട്ടേണിംഗ് ഓഫീസർ അല്ല, മറ്റൊരു സംവിധാനമാണ്. ഞാൻ അതിനെപ്പറ്റി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അതിലേക്കാണ് പോകേണ്ടത്. ഇവിടെ ഷോർട്ട് കട്ട് വഴിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. 2, ധാർമ്മികതയെപ്പറ്റി താങ്കൾ ചോദിച്ചല്ലോ, ധാർമ്മികതയെപ്പറ്റി താങ്കൾ ചോദിച്ചല്ലോ. ഞാൻ ഒരൊറ്റ ചോദ്യം മാത്രം ചോദിക്കാം. താങ്കളും ചന്ദ്രശേഖരും ഇനി വരാൻ പോകുന്ന ബഹുമാനപ്പെട്ട MP അല്ല, ഒരേ ലൈനിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയട്ടെ, 2005 123 MLA-മാരെ തിരഞ്ഞെടുത്ത് സുരേഷിൻ്റെ മന്ത്രിസഭ നിലവിലുള്ള അവസരത്തിലല്ലേ കോൺഗ്രസ്സിന് 45 MP-മാരാണ്. ആ കോൺഗ്രസ്സുകാർ വകയിലെ അതെന്താ പേര് കൊടുക്കേണ്ടത്, ധാർമ്മികത എന്നാണോ, കൂറുമാറ്റമെന്നാണോ, എന്താണ് അവരെ പിന്നീട് അദ്ദേഹം ഒരു കഴിഞ്ഞപ്പോൾ ചന്ദ്രശേഖരനോട് പറഞ്ഞതാണ്, അധികാരം നന്നായി കയ്യിലുണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ ചെയ്തത് തന്നെയാണ് BJP ഇപ്പോൾ നടപ്പാക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളത് പറയാം, ഒരു സഹിഷ്ണുത ഞാൻ ഓർമ്മിപ്പിച്ചതാണ്, എന്നെ കൂടി പേസ്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതാണ്, ഇത് തന്നെ ചന്ദ്രശേഖരനോട് ഞാൻ ചോദിച്ചു, ആയ കാലത്ത് എന്തൊക്കെ ചെയ്തോ അത് അതേപടി നടപ്പാക്കാൻ ഇവർ. ഞാൻ പറയട്ടെ അതിൽ ഏത് MLA-ക്ക് അല്ല ശരത്ത്, അതിൽ ഏത് MLA-ക്ക് പണം കൊടുത്തു കോൺഗ്രസ് പാർട്ടിയോ അല്ല ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്? അത് BJP കൊടുത്തോ? ഇത് ഒരു MLA-യുടെ ഒരു സ്റ്റേറ്റിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇന്ത്യയിൽ അധാർമികമായ പ്രതിപക്ഷ രാഷ്ട്രീയം 18 കക്ഷികൾ മാൻഡേറ്റോ ഒന്നും കണക്കിലെടുക്കാതെ ഒന്നിച്ചു കൂടിയതിന് ഓരോ ദിവസം കഴിയുന്നവരും ഉണ്ടാകുന്ന തിരിച്ചടികളാണ്, അപജയങ്ങളാണ്. ബീഹാർ ആയാലും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിൻ്റെ നമ്മൾ വിശകലനമായാലും ശ്രീ വെങ്കയ്യ നായിഡുവിന് 17 വോട്ടുകൾ രഹസ്യമായിട്ട് വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ, വിപ്പില്ലാതെ വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ 17 പ്രതിപക്ഷ ജനപ്രതിനിധികളാണ് അവരുടെ വിപ്പില്ലാത്ത സംവിധാനത്തിൽ നരേന്ദ്രമോദിയോട് ചേരാൻ, മാനസികമായി ചേരാൻ, അല്ലെങ്കിൽ വെങ്കയ്യ നായിഡുവോട് ചേരാൻ തയ്യാറായിട്ടുള്ളത്. ഇത് ഗുജറാത്തിലും ആവർത്തിക്കുന്നു, ഇന്ത്യ ഒട്ടാകെ ആവർത്തിക്കാൻ പോകുന്നു. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ് ഞാൻ സ്വയം കൃതാർത്ഥം എന്ന് പറയാൻ ഇടയായതുകൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ എന്താ ധാർമ്മികത ചെയ്തിട്ടുള്ളത്? അവിടുത്തെ MP-മാർ, കോൺഗ്രസിൻ്റെ MP-മാർ MLA-മാർ രാജിവെച്ചൊരു പാർട്ടി ഉണ്ടാക്കി. ഞാനൊന്ന് മടങ്ങി വരാം. തീർച്ചയായും താങ്കളുടെ പോയിന്റിലേക്കാണ് എത്തിയത്, അത് മനസ്സിലായി. സന്യാസിമാരായിട്ട് അവിടെ മാറി നിൽക്കണമെന്നാണ് പറയുന്നത്. റൈറ്റ്. ശ്രീ പ്രേമേന്ദ്രൻ എന്ത് തോന്നുന്നു, റിസൾട്ട് ഉണ്ടാക്കുമ്പോൾ മാറി നിൽക്കണമോ? ശ്രീധരൻപിള്ള പറഞ്ഞതാണ്, രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തത് BJP ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്ന ചോദ്യത്തിനാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അത്തരം സാഹചര്യങ്ങൾ രൂപപ്പെട്ടാൽ അതിനൊപ്പം നീങ്ങുക തന്നെ വേണം എന്ന് പറയാൻ കഴിയുന്ന നിലയിലേക്ക് അദ്ദേഹം അടക്കം പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. നമ്മൾ ഈ പഴയ കാലത്തൊക്കെ പറയുന്ന ധാർമ്മികതയൊന്നുമല്ല, അതിനപ്പുറത്തേക്കുള്ള ശക്തമായ ഇടപെടലുകളാണ് പ്രധാനം എന്ന് പറയും. നേരത്തെ ഈ വെങ്കയ്യ നായിഡുവിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വരാം താങ്കളിലേക്ക് തന്നെ വരാം. ഏതായാലും 17 പേരുടെ കാര്യം പറഞ്ഞപ്പോൾ കേരളത്തിലെ ശ്രീ പ്രേമേന്ദ്രൻ്റെ സുഹൃത്തുക്കളായ 2 മുസ്ലിം ലീഗ് MLA-മാർക്കും എതിരായി വോട്ട് ചെയ്യാനായില്ല എന്ന് സാന്ദർഭികമായി ഓർത്തുകൊള്ളട്ടെ. ശ്രീ പ്രേമചന്ദ്രൻ, ഇക്കാര്യത്തിൽ ഇപ്പോൾ NCP
ഒരു നിലപാട് പറയുക, രാത്രി മറ്റൊന്ന് പറയുക, BJP-ക്കൊപ്പം ചേരുക, JDU വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുക, പാർട്ടി ലീഡർഷിപ്പ് ഒന്ന് പറയുക, അവരുടെ പ്രതിനിധി അഹമ്മദ് പട്ടേലിന് വോട്ട് ചെയ്യും എന്ന് പ്രഖ്യാപിക്കുക, കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം ആദ്യമേ പോവുക, വകേലാപക്ഷം എങ്ങോട്ട് എന്നറിയാത്ത വിധം ഒടുവിൽ മറുകണ്ഠം ചാടി എന്ന പൊതുധാരണ രൂപപ്പെടുക. ഇതെല്ലാം അടിസ്ഥാനപരമായി ദോഷമായി ഭവിക്കുന്നത് രാജ്യത്തെ പ്രതിപക്ഷത്തിന് തന്നെയല്ലേ? പ്രതിപക്ഷത്തെ കൂട്ടിയോജിപ്പിക്കേണ്ട കോൺഗ്രസ് തന്നെ ഗുജറാത്തിൽ വെള്ളം കുടിക്കുന്നു. ഈ വർഷാവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ്, തൊട്ടു പിന്നാലെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ എങ്ങനെയാണ് പ്രാദേശിക പാർട്ടികളെ, ചെറു പാർട്ടികളെ വിശ്വാസത്തോടെ കൂടെ കൂട്ടാൻ അവർ വിശ്വാസമർപ്പിച്ച് കോൺഗ്രസിനൊപ്പം ചേരുക, ഒരു വലിയ പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുക? വലിയ വെല്ലുവിളിയും തിരിച്ചടിയും ഗുജറാത്ത് അടക്കം നൽകുന്നില്ലേ? ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീ ശ്രീധരൻ പിള്ള അദ്ദേഹം നേരത്തെ പറഞ്ഞൊരു കാര്യം 100% ശരിയാണ്. കാരണം BJP-യുടെ രാഷ്ട്രീയമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ ഒരു പ്രസക്തമായ പ്രശ്നമേ അല്ല. വൈദഗ്ധ്യത്തോടുകൂടി രാഷ്ട്രീയത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന മാനിപ്പുലേറ്റീവ് പൊളിറ്റിക്സാണ് ഇന്ന് BJP കളിക്കുന്നത്. ആ കാര്യത്തിൽ കോൺഗ്രസിനേക്കാൾ 10 മടങ്ങ് വൈദഗ്ധ്യത്തോടുകൂടി ഭരണാധികാരത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ BJP-ക്ക് കഴിയുന്നു എന്ന ആ പ്രൊഫഷണൽ വൈദഗ്ധ്യം രാജ്യം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അത് ധാർമ്മികതയുടെ രാഷ്ട്രീയവുമായി പുലബന്ധം പോലുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രായോഗിക രാഷ്ട്രീയം എന്ന പേരിൽ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ഒരയിത്തവുമില്ല എന്ന എക്കാലവും പ്രഖ്യാപിക്കുന്ന BJP 18 പാർട്ടികൾ ഒരുമിച്ച് ചേർന്നതിന് അവിഹിതമായ രാഷ്ട്രീയ സഖ്യമെന്ന് വിശേഷിപ്പിച്ച ബഹുമാനപ്പെട്ട ശ്രീ ശ്രീധരൻ പിള്ള, ഒരു പാർട്ടിയുമായി രാജ്യത്ത് ഞങ്ങൾക്ക് അയിത്തമില്ല, ആരുമായും കൂടി അധികാരം പങ്കുവെക്കുന്നതിനും ആരുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കുന്നതിനും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് നിരന്തരം പറയുന്ന പാർട്ടിയാണ്. അവർ ആ പ്രായോഗികമായ രാഷ്ട്രീയമാണ് ജനാധിപത്യം. നേരത്തെ പറഞ്ഞതാണ് വളരെ ശരി. റിസൾട്ടാണ് പ്രശ്നം, ലക്ഷ്യമാണ് പ്രധാനം, മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുമെന്ന പ്രായോഗിക പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള സമീപനമാണ് BJP സ്വീകരിക്കുന്നത്. പക്ഷേ അത് ആരോഗ്യകരമായ ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഒരിക്കലും ഭൂഷണമല്ല. എന്തുകൊണ്ടെന്നാൽ അത് അധികകാലം നിൽക്കില്ല. അത് രാജ്യത്തിൻ്റെ തന്നെ ജനാധിപത്യപരമായിട്ടുള്ള ഐക്യത്തിനും നിലനിൽപ്പിനും ഭീഷണിയാകും. അതുകൊണ്ട് തന്നെ കനത്ത പ്രതിരോധം അതിനെതിരെ ഉയർന്നു വരും. ശരിയാണ്, ഇന്ന് കോൺഗ്രസ് ദുർബലമാണ് രാജ്യത്ത്, ഒരു സംശയം വേണ്ട. 45 പാർലമെൻറ്റ് അംഗങ്ങളായി ലോക്സഭയിൽ ചുരുങ്ങിയ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഗുജറാത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, അതുപോലെ രാജ്യത്ത് അത് ഒറ്റപ്പെട്ട സംഭവമല്ല. രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണാധികാരം ഉപയോഗിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI, ഇൻകം ടാക്സ്, അതുപോലെ സമ്പത്ത്, അധികാരം ഇവയെല്ലാം വിനിയോഗിച്ചുകൊണ്ട് പാർട്ടികളെ ഭിന്നിപ്പിക്കുന്നതിനും MLA-മാരെയും MP-മാരെയും ചാക്കിട്ട് പിടിക്കുന്നതിനും കുതിരക്കച്ചവടം നടത്തുന്നതിനുമൊക്കെ പ്രത്യക്ഷമായി തന്നെ നടപടികൾ സ്വീകരിക്കുന്നു. ഞാൻ ഒറ്റ എങ്ങനെയാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഇതിൽ നിന്ന് അല്പം വിട്ടാണെങ്കിൽ പോലും ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് പറയുമ്പോൾ താങ്കൾ രൂക്ഷ വിമർശനം ശ്രീധരൻപിള്ളയ്ക്കെതിരെയും BJP-ക്കെതിരെ ഉന്നയിക്കുന്നു. പക്ഷേ ഇതേ കോൺഗ്രസ് 44 MLA-മാരെ സംരക്ഷിക്കാൻ വേണ്ടി ആട്ടിൻകൂട്ടത്തെ കൊണ്ടുപോകുന്ന പോലെ ബംഗളൂരുവിലെ റിസോർട്ടിൽ കൊണ്ട് പാർപ്പിക്കുന്നു. അതിൻ്റെ ഉടമയായ മന്ത്രിയെ ഏത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ടാണെങ്കിലും റെയ്ഡ് ചെയ്യുമ്പോൾ രാജ്യത്തെ സാധാരണക്കാരനായ ഒരു പൗരൻ്റെ മുൻപിൽ കിട്ടുന്ന വാർത്ത എന്താണ്, വിവരം എന്താണ്? കോടിക്കണക്കിന് അനധികൃത പണം പിടിച്ചെടുക്കുന്നു എന്ന നിലയിലേക്കുള്ള ഒരു റിസൾട്ട്, അതും റിസൾട്ടാണ് കൊടുക്കുന്നതോടുകൂടി ഈ നടത്തുന്ന നടപടികൾക്കുമേൽ നിങ്ങളൊക്കെ ഉയർത്തുന്ന രാഷ്ട്രീയ വിമർശനത്തിൻ്റെ മുനയൊടിയുകയാണ്. അങ്ങനെ കൂടി ഒരു ഗൗരവവും അങ്ങനെ ഒരു കെണി കൂടി ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്. അതും തിരിച്ചറിയണ്ടേ? അതിനെയും അതേപടി തിരിച്ചറിയാനോ വിമർശിക്കാനോ കഴിയാതെ പോകുന്നതും അപകടകരമാണ്. അഴിമതിപ്പണം കണ്ടെത്തുക എന്നുള്ളതായിരുന്നില്ല ആ റെയ്ഡിന്റെ ഉദ്ദേശം എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്. BJP-യെ സംബന്ധിച്ചിടത്തോളം പലവട്ടം ഞാൻ പറയാം, പലവട്ടം ശ്രീ ശിവകുമാറിനെ പലവട്ടം BJP-യിൽ ചേരുന്നതിന് വേണ്ടി BJP-യുടെ രാഷ്ട്രീയ നേതൃത്വം കർണാടകത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. അത് നടക്കുന്നില്ല. അദ്ദേഹം കോൺഗ്രസിനോടൊപ്പം അടിയുറച്ചു നിൽക്കുന്നു എന്ന് ഉറപ്പ് വന്നപ്പോൾ അദ്ദേഹം ഗുജറാത്ത് സംസ്ഥാനത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ അഹമ്മദ് പട്ടേലിന് വേണ്ടി MLA-മാരെ സുരക്ഷിതമായി അവരെ സംരക്ഷിക്കുന്നുവെന്ന് ബോധ്യം വന്നപ്പോൾ അതിനെതിരായി നടപടികൾ സ്വീകരിക്കുന്നു. അത് അഴിമതിക്കെതിരായിട്ടുള്ള കുരിശുയുദ്ധമായിട്ട് ഒരിക്കലും കാണാൻ കഴിയില്ല. അതിന് മുമ്പോ അതിന് പിൻപോ ചെയ്താൽ ശരി. അപ്പോൾ ഇതെല്ലാം പൊളിറ്റിക്കൽ ഇൻറ്റിമിഡേഷനാണ്.
രാഷ്ട്രീയമായി ഇത്തരം കാര്യങ്ങളെ ഭീഷണി ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെയും അതിൻ്റെ നേതൃത്വത്തെയും വരുതിക്ക് നിർത്തുക എന്ന വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഭരണാധികാരം ഉപയോഗിച്ച്, സമ്പത്ത് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയെ തന്നെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങളുടെ പ്രത്യക്ഷ ഉദാഹരണം തന്നെയാണ്. 44 MLA-മാരെയും കൊണ്ടുപോകാൻ കോൺഗ്രസ് എന്തുകൊണ്ട് നിർബന്ധിതമായി? കാരണം അതിജീവിക്കാൻ നിവർത്തിയില്ലാത്ത നിലയിലുള്ള സമ്മർദ്ദ രാഷ്ട്രീയമാണ്. ഇന്ന് 2 MLA-മാർ അവർ വോട്ട് ചെയ്തതിന് ശേഷം ഏജന്റിനെ മാത്രം കാണിക്കാൻ പാടുള്ളൂ എന്ന തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുമ്പോൾ തന്നെ അമിത്ഷായെ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് വോട്ട് ചെയ്തു, പറഞ്ഞ കാര്യം പ്രാവർത്തികമാക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ ഇന്റിമിഡേഷൻ വളരെ വ്യക്തമായി അതിലെ പ്രധാന കഥാപാത്രമായി ശ്രീ പ്രേമേന്ദ്രൻ അദ്ദേഹം പറഞ്ഞത് കൂടി ചേർത്ത് പ്രധാന കഥാപാത്രമായി കോൺഗ്രസ് വരുന്നുണ്ട്. അതിനു മുമ്പ് ചില രൂക്ഷ വിമർശനങ്ങൾ BJPക്ക് നേരെ ഉള്ളതുകൊണ്ട് ശ്രീ PS ശ്രീധരൻപിള്ള ഒരു ചെറിയ മറുപടി, ആ മറുപടിയിൽ തന്നെ ഈ പറഞ്ഞതാണ് രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിൻ്റെ വളരെ കൃത്യമായ ഉദാഹരണമാണ് വോട്ട് ചെയ്ത 2 കോൺഗ്രസ് അംഗങ്ങൾ കൂറുമാറി എന്ന ആക്ഷേപം നിലനിൽക്കെ തന്നെ അവരുടെ ഏജന്റിനെ കാണിക്കാം, ഒബ്സർവറെ വോട്ട് ചെയ്തത് കാട്ടാം, സുപ്രീം കോടതി അംഗീകരിച്ചതാണ്. പക്ഷേ അത് അമിത്ഷായെയും BJP നേതാക്കളെയും ഉയർത്തിക്കാട്ടിയാൽ എന്തോ ചിലതിൻ്റെ ഉപകാരസ്മരണയാണ്. ഇതാണ് രാഷ്ട്രീയത്തിലെ കുതിരക്കച്ചവടമായി എല്ലാവരും കാണാറുള്ളത്. അത് നടപ്പാക്കിയിരിക്കുന്നു ഗുജറാത്തിൽ. പിന്നെ എന്ത് ധാർമ്മികതയുടെ വാചാല വർത്തമാനത്തിനാണ് സ്കോപ്പുള്ളത് ശ്രീ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള? നമ്മുടെ രാജ്യത്ത് നിന്നുള്ള നിയമപ്രകാരം ഒരു ഇലക്ഷൻ പോളിംഗ് ബൂത്തിൽ ഒരാൾ വോട്ട് ചെയ്യുന്നതിനെ തുടർന്നുള്ള ബാലറ്റ് പേപ്പറോ അതിൻ്റെ ഏതെങ്കിലും കാര്യങ്ങളോ അതിൻ്റെ ഏതെങ്കിലും ചിഹ്നമോ ഉയർത്തിക്കാട്ടിയാൽ അത് ഇലക്ഷൻ തന്നെ നടത്താൻ പാടില്ലാത്ത അവസ്ഥ എന്ന് വന്നാൽ ഇന്ത്യയിൽ എവിടെ എത്തുമെന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഉയർത്തിക്കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ ഒഫൻസാണ്, വയലേഷനാണ്, ക്രിമിനൽ കേസ് എടുത്ത് പോവുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരമാർഗം. മറിച്ച് അതിനെ സംബന്ധിച്ചാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ നാളെ BJPയുടെ ഒരു നേതാവ് അവിടെ നിൽക്കുന്നു, അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു MLA ഇത് ഉയർത്തി കാണിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ ഇൻവാലിഡ് ആവുമല്ലോ, അങ്ങാടി തോറ്റാൻ അമ്മയോളെന്നുള്ള നിലയിലൊക്കെ ഒരു സമീപനത്തിലേക്ക് പോകില്ല. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ധാർമ്മികത. രണ്ടുപേരും കോൺഗ്രസിൻ്റെ സുഹൃത്തും എൻ്റെ ബഹുമാനപ്പെട്ട MPയും RSP നേതാവും പറയുമ്പം ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ധാർമ്മികത ആണ് മാനദണ്ഡമെങ്കിൽ എൻ്റെ ഒരു ചോദ്യത്തിന് അവർ ദയവ് ഉത്തരം പറയട്ടെ. 1969 ഈ രാജ്യത്തെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി തീരുമാനിക്കുന്നു, ഏകകണ്ഠമായി തീരുമാനിക്കുന്നു. പ്രധാനമന്ത്രി തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. അതിനുശേഷം നോമിനേഷൻ പേപ്പറിൽ അവർ ഒപ്പിടുന്നു. ഒപ്പിട്ട ശേഷം RSPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് വരാഹ വെങ്കടഗിരിയെ ഗിരിയെ നിർത്തുന്നു. ആരോടും പറയാതെ രഹസ്യമായിട്ട് ബാലറ്റ് ദിവസം കോൺഗ്രസിൻ്റെ ആളുകൾ ഇന്ദിരാഗാന്ധിയോട് ബന്ധമുള്ളവരെ കൊണ്ട് ഇന്ദിരാഗാന്ധി മറിച്ച് വോട്ട് ചെയ്യിച്ചുകൊണ്ട് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സജീവ് റെഡ്ഡി തോക്കുകയും ഗിരി ജയിക്കുകയും ചെയ്തപ്പോൾ സർ നിങ്ങളെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് അധാർമികതയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അധാർമികതയുടെ വിത്തെന്ന് വിതച്ചതാണ്. ആ ആളുകളായിപ്പം തെരുവേശ ചാരിത്ര പ്രസംഗം നടത്തുന്നത് പോലെയാണ്. അവർ അധാർമികത അന്ന് വന്നു. RSPക്ക് പങ്കില്ലേ? ആർക്കാ പങ്കില്ലാത്തത്? നേരത്തെ അങ്ങനെ അമിത്ഷായെ വോട്ട് അതിലടങ്ങിയിരിക്കുന്ന ധാർമ്മിക ചോദ്യത്തിന് താങ്കൾ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? ശരത്ത് പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ തിരുത്തിക്കോട്ടെ. വൈദഗ്ധ്യം എന്നുള്ളത് ശരത്ത് പറഞ്ഞ വാക്കായതുകൊണ്ടാണ് ഉപയോഗിച്ചത്. ഞാനൊരു കാര്യം പറയാം. ശ്രീധരൻപിള്ള എന്ന BJPയുടെ പ്രവർത്തകന് മറ്റൊരു പാർട്ടിയുടെ നേതാവിനെ എൻ്റെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ജനാധിപത്യ സംവിധാനവും വളരെയധികം അനുവാദം നൽകുന്നുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കാം. പക്ഷെ എന്തെങ്കിലും ഒരു സംഭവമില്ല. നോ ഇൻസിഡന്റ് അറ്റ് ഓൾ. ശ്രീ R ചന്ദ്രശേഖരൻ പറഞ്ഞു ശ്രീ PS ശ്രീധരൻപിള്ള പറഞ്ഞത് ഗുജറാത്തിലൊക്കെ നടന്നത് വളരെ സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ്. കോൺഗ്രസ്സുകാരെ അടക്കം BJPയിലേക്ക് കൊണ്ടുവരും പോലെയുള്ള പ്രവർത്തനമാണ് ഗുജറാത്തിലും നടന്നത്, അതിൽ അസ്വാഭാവികതയില്ല എന്ന് വായിച്ചെടുക്കാം എന്ന വിധത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. നേരത്തെ കോൺഗ്രസിനെ കുറിച്ച് ശ്രീ NK പ്രേമചന്ദ്രൻ പറഞ്ഞത് ഗൗരവമായ കാര്യമാണ്. അതും ഇനി അല്പം അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെങ്കിൽ പോട്ടെ, അതും മാറ്റിവെക്കാം. പക്ഷേ ജയറാം രമേശിനെ പോലൊരു നേതാവ് പറഞ്ഞതിനെ കാണാതെ പോകാൻ ശ്രീ ചന്ദ്രശേഖരനാവില്ലല്ലോ. കോൺഗ്രസിനകത്ത് തന്നെ കോൺഗ്രസ് നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധികളെ തുറന്ന് സമീപനം സ്വീകരിച്ചിട്ടുള്ളയാളാണ് താങ്കൾ. അതുകൊണ്ട് ചോദിക്കട്ടെ,
യഥാർത്ഥത്തിൽ ജയറാം രമേശ് പറഞ്ഞല്ലേ ശരി, നിലനിൽപ്പിനായുള്ള ഒരു വലിയ പോരാട്ടത്തിൻ്റെയും പ്രതിസന്ധിയുടെയും കാലമാണ് കോൺഗ്രസിന്. അതിൻ്റെ കൃത്യം പതിപ്പാണോ ഗുജറാത്ത്? അല്ല, ഇവിടെ ഈ വിഷയത്തെ നമ്മൾ വിശദീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രേമേന്ദ്രൻ പറഞ്ഞതിനെ ഞങ്ങളൊക്കെ മുഖവിലക്കെടുക്കുന്നവരാണ്. കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് ക്ഷീണിച്ചാൽ ആ ക്ഷീണത്തിൻ്റെ ദുരന്തം പേറേണ്ടി വരുന്നത് രാജ്യമാസകലമാണ്, ലോകത്ത് ഭാരതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളാണ് എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് ക്ഷീണിക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ അത് അധികാരത്തിലുള്ള ഒരു ശക്തിയും പ്രതിപക്ഷത്തുള്ള ഒരു പാർട്ടിയും തമ്മിലുള്ള മത്സരമായി മാത്രം ഇതിനെ കാണരുത്. ഇത് കാണുന്നത് അധികാരത്തിലുള്ള ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ അജണ്ടയാണ്. അവരുടെ എന്ത് വില കൊടുത്തും ഈ രാജ്യം മുഴുവൻ പിടിച്ചെടുക്കാനുള്ള വ്യഗ്രതയും ദുരാഗ്രഹവും കൊണ്ട് അവർ കാട്ടിക്കൂട്ടുന്ന ജനാധിപത്യ വിരുദ്ധമായ നടപടികളാണ് ഇവിടെ ജനങ്ങളെ വല്ലാത്ത ഒരവസ്ഥയിലെത്തിക്കുന്നത്. ഇത് കണ്ട് പകച്ചു നിൽക്കുകയാണോ? ഇത് കണ്ട് ബദലുകൾ ഒരുക്കാൻ കഴിയാത്ത ഒരു പകച്ച സംഘമായി കോൺഗ്രസ് നേതൃത്വം മാറുകയല്ലേ? അതേക്കുറിച്ചാണ് ഈ താങ്കൾ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ കോൺഗ്രസിന് മുന്നിൽ? ശരത്തെ, കോൺഗ്രസ് ഒരു ജനാധിപത്യ വിശ്വാസമുള്ള സംഘടനയാണ്. ഇത് വല്ലാത്ത ശക്തിയോടുകൂടി തിരിച്ചു വരുമെന്നുള്ള ഒരു സംശയവും ഞങ്ങൾക്കാർക്കുമില്ല. കോൺഗ്രസ് ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ വേരൂന്നിയിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. താൽക്കാലികമായ തിരിച്ചടികളിൽ നിന്ന് ഈ പാർട്ടി കരകയറും, അല്ലെങ്കിൽ കരകയറാനുള്ള വഴിയാണ് BJP ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളാകെ ഇപ്പോൾ ശിവകുമാറിൻ്റെ വീട് റെയ്ഡ് ചെയ്യുന്ന സാഹചര്യം പ്രേമേന്ദ്രൻ പറഞ്ഞല്ലോ. 100% മനസ്സാക്ഷിയോടുകൂടി ആലോചിക്കുന്ന ഒരു ഭാരതത്തിലെ ഒരു പൗരന് ഈ ശിവകുമാറിൻ്റെ വീട് റെയ്ഡ് ചെയ്ത സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് ക്രൂരതയാണ്, എന്ത് രാഷ്ട്രീയമാണ്, ഇതാണോ ജനാധിപത്യം? അങ്ങനെ ഓരോ ആളുകളെയും ഭീഷണിപ്പെടുത്തി അധികാരത്തിൻ്റെ ഗർവ് ഉപയോഗിച്ച് അതിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നഷ്ടപ്പെടുത്തുന്ന കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ പ്രതിച്ഛായയാണോ ഈ രാജ്യത്തെ ജനങ്ങൾ ഉൾക്കൊള്ളാൻ പോകുന്നത്? ഒരിക്കലും ഇത് BJPക്ക് ഗുണം ചെയ്യാൻ പോകുന്നില്ല എന്ന് കടുത്ത വിശ്വാസമുള്ള ആളാണ് ഞാൻ. ഏതായാലും നിലവിൽ അവർക്കാണ് ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ മിന്നുന്ന ഫോമിൽ വിജയകരമായി മുന്നോട്ട് പോകുന്നു. അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന ചോദ്യമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് ഉയരുന്നത്. ഇവിടെ എത്ര കാലം മിന്നും അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. ശ്രീ NK പ്രേമേന്ദ്രൻ, ഇങ്ങനെ പോയാൽ എത്ര കാലവും വേണമെങ്കിൽ മിന്നാം എന്നൊരു പ്രശ്നമുണ്ടോ? ഞാൻ അതിന് ഉത്തരം പറയേണ്ട ശ്രീ PS ശ്രീധരൻപിള്ള. ഇതിനകത്ത് സ്വയം എല്ലാം തങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും എന്നാണ് കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷ. ചന്ദ്രശേഖരൻ പറഞ്ഞതിലും അതാണ്. ഞങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം ഞങ്ങളിലേക്ക് വന്നു ചേർന്നുകൊള്ളും. അങ്ങനെ കാത്തിരിക്കരുതെന്നാണ് ജയറാം രമേശ് ഇന്നലെ പറഞ്ഞത്. എല്ലാം അങ്ങ് ശരിയായിക്കോളും എന്ന് കരുതിയിരുന്നാൽ ഇത് സംഗതി വേറെയാണ്. ഇത് മോദിയും അമിത്ഷായുമാണ്. നിങ്ങൾ നേതാക്കൾക്ക് മനസ്സിലായിട്ടില്ല അവരുടെ പ്രവൃത്തിയെ, അവരുടെ നടപടികളെ, അവരുടെ ശൈലിയെ എന്ന് ജയറാം രമേശാണ് അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത്. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. ശരത്ത്, ഇപ്പം ലോകം മുഴുവൻ നമ്മളപ്പോൾ എന്ത് ചിന്തിക്കുമെന്നൊക്കെ പറയുമ്പം എൻ്റെ പ്രിയ സുഹൃത്ത്, എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ്, നമ്മൾ വളരെ ഇഷ്ടക്കാരാണ്. ഞാൻ പറയട്ടെ, 75 മുതൽ 77 വരെ 21 മാസക്കാലം സപ്തസ്വാതന്ത്ര്യം കവർന്നെടുത്ത് ഏകാധിപത്യം AK ഗോപാലൻ പെൺഹിറ്റ്ലർ എന്ന് വിളിച്ച ഒരു കാലഘട്ടം നമുക്ക് മറന്നു പോകണ്ട. അതുകൊണ്ട് ഇവിടെ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് കമ്മിറ്റഡ് ജുഡീഷ്യറി വേണം എന്നാവശ്യപ്പെട്ട 73 പ്രസ് നാഷണലൈസ് ചെയ്യണമെന്നാവശ്യപ്പെട്ട ബൽറാം ജാക്കറുടെ കാലഘട്ടവും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളാണ്, ആ ജനങ്ങൾക്ക് ബോധമുള്ളത് കൊണ്ടാണ് അന്ന് 77 തെരഞ്ഞെടുപ്പിൽ 9 ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് വരണമെങ്കിൽ അതിന് പാകമായൊരു നേതൃത്വം ഉണ്ടാകണം. രാഷ്ട്രീയ എതിരാളികൾ എന്ന നിലയിൽ നിങ്ങൾ പോലും ഒരു തരത്തിലും വകവെച്ചു കൊടുക്കാൻ പോലും ഇല്ലാത്ത ഒരു നേതൃത്വ പ്രതിപക്ഷമായി പ്രവർത്തിക്കണം. ഇവരുണ്ടാക്കുന്ന, ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് പറയാൻ ആഗ്രഹിക്കുന്നു, മാൻഡേറ്റ് കിട്ടിയ ആൾക്കാർ 5 കൊല്ലം ഭരിക്കണം, 5 കൊല്ലം മാതൃകാ പ്രതിപക്ഷമായി പ്രവർത്തിക്കണം. പക്ഷേ ഇവർ നെഗറ്റീവ് എനർജിയാണ് രാഷ്ട്രീയത്തിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ട് നരേന്ദ്രമോദി വെച്ച് പൊറുപ്പിക്കില്ല, ഫാസിസ്റ്റാണ്, ഇവെല്ലാം അങ്ങ് പറഞ്ഞോളുക. പറഞ്ഞ് കുറേ വാക്കുകളിലൂടെ അതെല്ലാം ജനങ്ങൾ മോനയൊടിഞ്ഞ അത്തരം തുരുമ്പ് പിടിച്ച അത്തരം കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ജനങ്ങൾ വരുന്നു. ഞാൻ ആ പ്രക്രിയ പറഞ്ഞത്. ഇപ്പം രാജ്യസഭ ചെയർമാനായിട്ടുള്ള ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുമ്പം 17 പേര് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണോ?
അപ്പോൾ അവരുടെ നീതിബോധം ഒരവസരം രഹസ്യമായി കിട്ടിയപ്പോൾ മറുഭാഗത്തേക്ക് വരുന്നു. അല്ല, ഈ 17 പേരിൽ ചെയ്യാത്തവരെയും വന്ന് വോട്ട് ചെയ്യാൻ പറ്റാതെ പോയവരെയും നിങ്ങളുടെ കൂടെ കൂട്ടുന്നുണ്ടോ PS ശ്രീധരൻപിള്ള? 17 പേരെന്ന് പറയുമ്പോൾ 17+2 എന്ന് എന്തുകൊണ്ട് കൂട്ടാനാവുന്നില്ല? അവർക്ക് വോട്ട് ചെയ്യാനായില്ല, വരാനായില്ല, എന്താണ് കാരണം അറിയില്ല. വോട്ട് ചെയ്തവരിൽ ഞങ്ങൾക്ക് അല്ലല്ലല്ല, അത് മാത്രമല്ല, താങ്കൾക്ക് യു ആർ റോങ്. അതിൽ വോട്ട് ചെയ്ത ആളുകളിൽ ആ ഭാഗത്തുനിന്ന് വോട്ടിങ്ങോട്ട് വന്നു. മലയാള പത്രങ്ങൾക്കൊന്നും പ്രശ്നമല്ല, വാർത്തയല്ല, അന്ധമായ BJP വിരോധമവർക്കും അത് വന്നു. അങ്ങനെ 17നെ കുറിച്ച് തർക്കിച്ചില്ല. ഞാൻ ചോദിച്ചത് 17ന്റെ കൂടെ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള. പിന്നെ അതെങ്ങനെ വന്ന? ആ MP മാർക്ക് എന്ത് കൊടുത്തിട്ടാ? കുതിരക്കച്ചവടമാണോ? പണം കൊടുത്താണോ? എന്നാൽ ആരാന്ന് പറ. ആർക്ക് പണം കൊടുത്തു? കുതിരക്കച്ചവടം പറഞ്ഞാൽ മതിയോ? ഈ അഭിപ്രായത്തിനുള്ള വിശ്വാസമാറ്റത്തിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഏതായാലും അതിന്റെ ഭാഗമാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നിലയിൽ 17 വോട്ടുകൾ പോലും തങ്ങൾക്ക് അനുകൂലമായി കിട്ടുന്ന സാഹചര്യത്തെ പോലും ആത്മവിശ്വാസത്തോടുകൂടി അവതരിപ്പിക്കാൻ BJPക്കാവുന്നു. മറുഭാഗത്ത് R ചന്ദ്രശേഖരൻ അല്ലെങ്കിൽ മറ്റു കോൺഗ്രസ് നേതാക്കളെല്ലാം സ്വാഭാവികമായി മാറിക്കൊണ്ടിരിക്കും. ചരിത്രപരമായ കോൺഗ്രസിൻ്റെ സംഭാവനയെ നമ്മളാരും വിസ്മരിക്കുന്നില്ല. ആ സ്മരണയിൽ നിന്നുകൊണ്ട് ജനങ്ങൾ തങ്ങളെ വീണ്ടും നെഞ്ചിലേറ്റുമെന്ന മട്ടിലാണ് ഇപ്പോഴും കാണുന്നത്. പക്ഷേ ഉയരുന്ന രാഷ്ട്രീയ വിമർശനങ്ങൾക്കോ നിരീക്ഷണങ്ങൾക്കോ മുഖം കൊടുക്കുന്നുണ്ടോ ആ പാർട്ടി? അതിലെ ഒരു പ്രശ്നം. ജയറാം രമേശിനെ ഉദാഹരിക്കാതെ മുന്നോട്ട് പോകാൻ ആകുമോ? ഇപ്പോൾ പറഞ്ഞ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലം, 96 മുതൽ 2004 വരെയുള്ള കാലം, സീതാറാം കേസരിയുടെയൊക്കെ കാലവും റാവുവിന് ശേഷമുള്ള ഒരു ഘട്ടം. പക്ഷെ അന്നൊന്നുമില്ലാത്ത വിധം ഒരു നിലനിൽപ്പിൻ്റെ പ്രതിസന്ധി നേരിടുന്നു താങ്കളുടെ കൂടി മുന്നണിയുടെ മുഖ്യ പാർട്ടി എന്നൊരു പ്രശ്നം. മാത്രമല്ല, ജയറാം രമേശ് പറഞ്ഞ ആ നിരീക്ഷണം വിമർശിക്കുമ്പോൾ തന്നെ ഇത് മോദിയാണ്, ഇത് അമിത്ഷായാണ്, അവരുടെ ലൈൻ വേറെയാണ്, അവരുടെ ശൈലി വേറെയാണ്, ഈ പഴകി ദ്രവിച്ച മുദ്രാവാക്യങ്ങളുമായി മുന്നോട്ട് പോയാൽ നമ്മൾ എങ്ങുമെത്തില്ല എന്ന് ആ നേതാക്കൾക്കെങ്കിലും തുറന്നു പറയേണ്ടി വരുന്നു. ഗുജറാത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു, മണിപ്പൂർ, ഗോവ, ബീഹാർ, ഇതെല്ലാം നമ്മുടെ മുമ്പിലെ ഉദാഹരണങ്ങളല്ലേ? തീർച്ചയായും നേരത്തെ ശ്രീധരൻപിള്ള അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം വളരെ ശരിയാണ്. പല ഘട്ടങ്ങളിലും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയ്ക്കെതിരായി കനത്ത വെല്ലുവിളികൾ ഉയർന്നിട്ടുണ്ട്. ആ വെല്ലുവിളികൾ ഉയർത്തിയവർക്കൊക്കെ കനത്ത വില രാജ്യത്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആ വില BJPയും വരും കാലത്ത് കൊടുക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വാദം. രണ്ടാമത്തെ പ്രശ്നം ശരത്ത് ചോദിച്ച വളരെ പ്രസക്തമായിട്ടുള്ള പ്രശ്നം, ഈ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് നേരത്തെ സൂചിപ്പിച്ചാൽ ഏത് പേര് കൊടുത്താലും അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിൽ വലിയ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളുടെ പിൻബലത്തോടുകൂടി, മാധ്യമ സമൂഹത്തിൻ്റെ പിൻബലത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ പ്രവർത്തന ശൈലി, അതിൻ്റെ ഗൗരവം കാണണമെന്നുള്ളതാണ് ശ്രീ ജയറാം രമേശ് പറഞ്ഞത്. അതിനനുരോധമായ നിലയിൽ ഗൗരവത്തോടുകൂടി കണ്ടുകൊണ്ട് സംഘടനാപരമായും രാഷ്ട്രീയമായും ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പിന് കോൺഗ്രസ് നേതൃത്വം സന്നദ്ധമാകണം. അത് അതിജീവനത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. കാരണം എല്ലാത്തിനെയും നാശോന്മുഖമായി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷരഹിത രാഷ്ട്രീയത്തിലേക്ക് രാജ്യത്തെ നയിക്കാൻ കരുക്കൾ നീക്കി മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ NDAയുടെ നയങ്ങളെ ചെറുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിശക്തമായ നിലയിൽ കോൺഗ്രസ് രാഷ്ട്രീയമായി മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ശ്രീ ജയറാം രമേശ് പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അതിലേക്ക് തന്നെയാണ് കോൺഗ്രസ് ചർച്ച ചെയ്യുന്നത്. അതിലേക്ക് തന്നെയാണ് ഇത്തരം സംഭവവികാസങ്ങൾ എത്തിച്ചേരുന്നത്. 18 രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരുമിക്കാൻ തയ്യാറായത് വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അനിവാര്യത ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അതിനെയും ശിഥിലപ്പെടുത്തുന്നതിന് വേണ്ടി പിന്നെ തുടർ പരിശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതെല്ലാം ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് എല്ലാ കാലയളവിലും ലോകത്തിൻ്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ ഇത്ര ഏകശിലാരൂപത്തോടുകൂടി രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഏകാധിപത്യ ഭരണശൈലിക്കെതിരായിട്ടൊക്കെ അതിശക്തമായ ജനകീയ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ജനകീയ ചെറുത്തുനിൽപ്പുകളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവരുടെയൊക്കെ ഭരണം നിലംപറ്റിയിട്ടുള്ളതും ലോകത്തിൻ്റെ ചരിത്രമാണ്. അതുകൊണ്ട് ഇവിടെ അനുരോധമായി കോൺഗ്രസ് ഉയരണം. ശക്തമായ നിലയിൽ ഇതര ജനാധിപത്യ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നാൽ ഇതിനെ അതിജീവിച്ച് നിഷ്പ്രയാസം മുന്നോട്ട് പോകാൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള, ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഏറ്റവും ശക്തനായ ഒരു ഭരണാധികാരി എന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തെ വിമർശിക്കുമ്പോൾ പോലും BJP സുഹൃത്തുക്കളടക്കം നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആ ഇന്ദിരാഗാന്ധിക്കടക്കം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം സംഭവിച്ചത് എന്താണ് എന്ന് രാജ്യം കണ്ടതാണ്. അപ്പോൾ കൺമുമ്പിൽ എതിരാളികളില്ല എന്ന് തോന്നാം, പക്ഷേ ഇത് രാഷ്ട്രീയമാണ്, അത് തള്ളിക്കളയാവുന്നതല്ല. അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള.
താങ്കളുടെ അഭിപ്രായവും താങ്കളുടെ ഹൈപ്പോത്തിക്കലായ ചോദ്യവുമാണത്. അതിലൊരർത്ഥവുമില്ല. ജനാധിപത്യത്തെ പരമാവധി ജനാധിപത്യ മര്യാദകളെയും ജനാധിപത്യ തത്വസംഹിതയും മുറുകെ പിടിച്ചുകൊണ്ടാണ്, ജനാധിപത്യത്തിൽ വിശ്വസിക്കാതെ ഒരിക്കലും ഏകാധിപത്യത്തെ രാജ്യത്തെ കൊണ്ടുപോകാൻ ഒരിക്കലും നരേന്ദ്രമോദി തയ്യാറാകില്ല. തികഞ്ഞ ജനാധിപത്യവാദിയാണ്. മറിച്ചാണെന്നുള്ളതൊക്കെ ഞങ്ങളെ എതിർക്കാനുള്ള പ്രചരണമാണ്. അത് ശരത്തും ആവർത്തിച്ചോളൂ, എല്ലാവരും ആവർത്തിച്ചോളൂ. അല്ലാണ്ട് എന്ത് അടിസ്ഥാനമായതിനുള്ളത്? എവിടെയാ ജനാധിപത്യ വിരുദ്ധ ചെയ്തിട്ടുള്ളത്? ഒരു കാര്യം ഞാൻ പറയാം. RSP എന്തുകൊണ്ടാണ് വട്ടപൂജ്യത്തിലേക്ക് 0യിലേക്ക് എത്തുന്നതെന്ന്, CPIക്ക് എന്തുകൊണ്ടാണ് 0.71% വോട്ട് മാത്രമായത്, എന്തുകൊണ്ടാണ് CPMന് 3% വോട്ട് മാത്രമായത്, എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയെ 69 ബഡ്ജറ്റിൽ പിന്താങ്ങിയവർക്ക് പിന്നീട് എല്ലാത്തിനെയും ഗ്രാഫ് താഴോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായത്? ഇതൊക്കെ അന്വേഷിക്കേണ്ട വിഷയം ഞങ്ങളുടേതല്ല. ഞങ്ങളിതെല്ലാം അത്ര അവസരം ഉണ്ടാകുമ്പം ഇതൊന്നും ഞങ്ങൾ ഉപയോഗിച്ചുകൂടാ. എന്തിനാ പ്രതിപക്ഷ 18 ഐക്യത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് എൻ്റെ സുഹൃത്ത് പറയുന്നത്, MP പറയുന്നത്. പ്രോത്സാഹിപ്പിക്കേണ്ട, പക്ഷേ നശിപ്പിക്കാൻ ഇറങ്ങരുത്, ശിഥിലമാക്കാൻ ഇറങ്ങരുത്. അത് രാഷ്ട്രീയ അന്തസ്സല്ല, രാഷ്ട്രീയ ധാർമ്മികതയല്ല. അത് വേറൊരു പ്രശ്നം തന്നെയാണ് ശ്രീധരൻപിള്ള. എതിർ രാഷ്ട്രീയ പാർട്ടികളെ അസ്ഥിരപ്പെടുത്തുക എന്ന് പറയുന്നതിൽ എന്ത് രാഷ്ട്രീയ മര്യാദയാണുള്ളത്? അതാണ് ശ്രീ പ്രേമചന്ദ്രൻ ചോദിച്ചത്. സ്ഥിരപ്പെടുത്തി സ്വയം ദുർബലനാകാൻ ആഗ്രഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം, സ്വയം ശൈഥില്യത്തിലെത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം സ്വയം ശൈഥില്യം മനസ്സിലാക്കാം. പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ സൃഷ്ടിക്കപ്പെടുന്ന ശൈഥില്യം, അതിലൂടെ വിജയം കൊയ്യാം എന്ന ആഗ്രഹം, അത് രാഷ്ട്രീയമായ മര്യാദയാണോ ധാർമ്മികതയാണോ? അത് മാത്രമേ ഉള്ളൂ ചോദ്യം. അതല്ലേ ശരത്തെ, ഞാൻ ഒരൊറ്റ കാര്യം പറയാം. ഭീരുക്കളാണ് ഈ ഭീരുക്കൾ, ഇടതുപക്ഷം ഉൾപ്പെടെ ഭീരുക്കളാണ്. ഞാൻ ചേട്ടാ, കോൺഗ്രസ് പരാജയപ്പെട്ട ഉത്തരവാദി ആ പാർട്ടിയുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആണെന്ന് പറയാനുള്ള ആർജവം UDFന്റെ MP ഉൾപ്പെടെ ആർക്കെങ്കിലും ഉണ്ടോ? ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ്സുകാർ അതാണ് ശ്രീധരൻപിള്ള പറഞ്ഞ ആ ചോദ്യമുണ്ട്. നിങ്ങളുടെ നേതൃത്വം തന്നെയാണ് നിങ്ങളുടെ പരാജയം. കോൺഗ്രസ് ഒരു വലിയ തോൽവിയാകുന്നത് നിങ്ങളുടെ നേതൃത്വത്തിലൂടെയാണ്. അതിനാണ് തിരുത്തുണ്ടാവേണ്ടത്. പഴയ ശീലങ്ങളിൽ, ഫോർമുലകളിൽ കടിച്ചു തൂങ്ങരുതെന്ന് ജയറാം രമേശ് പറഞ്ഞത് അവിടെയാണ്. നെഹ്റു കുടുംബം, സോണിയ, രാഹുൽ എന്ന മട്ടിലൊന്നും കടിച്ചു തൂങ്ങരുത്. ശരത്തെ ഈ രാജ്യത്തിൻ്റെ ഞങ്ങൾ എപ്പോഴും ബഹുമാനിക്കുന്നത് രാജ്യത്തെ ജനങ്ങളെയാണ്. ഇന്ദിരാഗാന്ധി പോലും പരാജയപ്പെട്ടപ്പോൾ അമ്മയും ചത്തു, മകനും ചത്തു, അക്കുടി മക്കളെല്ലാം ചത്തു എന്ന് പറഞ്ഞവരുണ്ട് ഈ രാജ്യത്ത്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം എത്ര ഭരണകൂടങ്ങൾ കോൺഗ്രസ് ഉണ്ടാക്കി? ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിന്റെ നേട്ടങ്ങൾ നിങ്ങളായി നന്നാവില്ല, എല്ലാം നന്നായി വരട്ടെ, ഇത്രയല്ലേ? ചന്ദ്രശേഖരൻ പറയുന്നതാണ്, ഞങ്ങൾക്കൊരു മാറ്റവും വരാൻ പോകുന്നില്ല, എല്ലാം മാറി ഞങ്ങളുടെ അടുക്കലേക്ക് വരട്ടെ. ഞങ്ങൾക്കൊരു മാറ്റവും വരാൻ പോകുന്നില്ല. അങ്ങനെ ശരത്തെ, അങ്ങനൊന്നുമല്ല. ഈ ഒരു പതനം, കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ക്ഷീണം, ആ ക്ഷീണത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാനും അതനുസരിച്ച് പാർട്ടി അജണ്ട മാറ്റാനും പാർട്ടി ഘടകങ്ങളെ സജ്ജീകരിക്കാനും ഉള്ള നല്ല ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും ഞാൻ അവിടെ ഒന്ന് ഇടപെടുന്നു, വേറൊന്നും കൊണ്ടല്ല, സമയം അവസാനിക്കുന്നു. ഏതായാലും അത്തരം ഇടപെടലുകൾ ഉണ്ടായാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നന്ന്. പ്രതിപക്ഷ ഐക്യം രൂപപ്പെടണമെങ്കിൽ അത്തരം തിരിച്ചറിവുകൾ ഉണ്ടാകണം. പക്ഷേ വലിയ വിജയങ്ങൾക്ക് പിന്നിൽ കൃത്യമായ റിസൾട്ടിൽ മാത്രം ശ്രദ്ധയൂന്നുമ്പോൾ രാഷ്ട്രീയ ധാർമ്മികത എവിടെ എന്ന ചോദ്യം. ഏതായാലും ഗുജറാത്തിലെ ഈ കാഴ്ചകൾ എത്രമാത്രം ശരിയാണ്, ജനാധിപത്യപരമായി എത്രമാത്രം ശക്തമാണ്, ജനാധിപത്യത്തിന് എത്രമാത്രം ഗുണകരമാണ് എന്ന ചോദ്യം അവശേഷിക്കും. അപ്പോഴും അത് കൂടുതൽ വിലയിരുത്തലുകൾക്ക് വിധേയമാവുകയും ചെയ്യും. അവിടെ തന്നെയാണ് അതിൻ്റെ ദേശീയമാനം കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. ശ്രീ NK പ്രേമചന്ദ്രൻ MP, ശ്രീ R ചന്ദ്രശേഖരൻ, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, വളരെയധികം നന്ദി പങ്കെടുത്തത്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.